ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് ടീൻസാനിയ അഡ്വഞ്ചർ പാർക്കിലാണ്. നമ്മള് വയനാട്ടിലാണ്. നമ്മൾ താമരശ്ശേരി ചുരം കേറുമ്പോ തന്നെ അടുത്തുള്ള ഒരു പാർക്കാണ് ടീൻസാനിയ. അപ്പോൾ ടിക്കറ്റിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൈറ്റ് അനുസരിച്ചാണ് ടിക്കറ്റിന്റെ വരുന്നത്. കിഡ്സി പാക്കേജും പിന്നെ അഡൽട്ട് പാക്കേജും ആണ് വരുന്നത്. നമുക്കൊരു കാർഡ് തരും, പിന്നെ ഒരു ബാൻഡ് ഉണ്ട്. ഞാനിപ്പോൾ അഡൽട്ട് പാക്കേജ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാർഡും തരുന്നുണ്ട്. പിന്നെ നമ്മുടെ എടുത്ത ബില്ലാണ്. ടോട്ടൽ 909 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാർഡ് കാണിച്ചിട്ട് അകത്തോട്ട് കയറാം. നമ്മൾ കാർഡൊക്കെ സ്കാൻ ചെയ്തു. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഒരു കേവിലാണ് കയറുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കഴിക്കുന്നത്. അത് ഡാർക്കായിട്ട് നമുക്കൊരു ഫീലിംഗ് തോന്നുന്നുണ്ട്. സോ നമുക്ക് പോവാം. കൂളർ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് കിഡ്സ് പൂള്. അപ്പൊ ഞാൻ ലാസ്റ്റ് ആണ് ഇറങ്ങാൻ പോകുന്നത്. ഈ എല്ലാ റൈഡ്സിനും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കിഡ്സ് പൂളിൽ ഇറങ്ങാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഈ ഒരു ബോട്ടിന്റെ അകത്ത് നിൽക്കുന്ന മാർക്കറ്റ് ആണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. പക്ഷെ ഇവിടെ വെള്ളമൊന്നുമില്ല. ഐ തിങ്ക് ഇവര് വെള്ളം മോട്ടർ ചെയ്ത് പമ്പ് ചെയ്ത് കയറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പൊ ഗൈസ്, ഞാൻ അടുത്തത് കയറിയെന്ന് പറഞ്ഞാല് റോപ്പ് കോഴ്സിലാണ്. ഗൈസ്, നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നല്ല പാർക്കാണ്, മസ്റ്റ് വിസിറ്റ്. അപ്പൊ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ഞാൻ ഇതുവരെയായിട്ടും കേറിയിട്ടില്ല. കണ്ടിട്ടുണ്ട്, പക്ഷെ കേറിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. നമുക്കിവിടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരു ഒരാളുണ്ട്. അപ്പൊ ഓരോ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരും. എങ്ങനെ പോകണം, എങ്ങനെ നടക്കണം, അതുപോലെ നമ്മളെ ഗുഡ് അങ്ങനെയൊക്കെ പറയാൻ ആക്ടിവിറ്റീസ്. നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്ക് വീഴാനൊക്കെ പോയി, പക്ഷെ അത് ഞാൻ പിടിച്ച് വെച്ചിട്ടാണ് നടന്നത്. എന്തായാലും വീണാലും കുഴപ്പമൊന്നുമില്ല. നമ്മളവിടെ ഒരു റോപ്പ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല രസമുണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാല് ടയറിൻ്റെയാണ്. ഇതെന്ന് പറഞ്ഞാല് നമ്മൾ ഓരോ ടയറിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് പോണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വലിയൊരു റോപ്പ് കോഴ്സ് ആണ്. അതും നല്ല ഫൺ ആക്ടിവിറ്റീസ് ആണ്. നോ ഡേഞ്ചർ, ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇവിടെ ഇല്ല. എല്ലാം കിഡ്സിനാണ്. പിന്നെ അഡൽസിനും ഇവിടെ കയറാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കയറുന്നതെന്ന് ബർമ ബ്രിഡ്ജ് സിമ്പിളായിരുന്നു, പക്ഷെ അനങ്ങുന്നുണ്ടായിരുന്നു ബ്രിഡ്ജ് ഇങ്ങനെ കയറിയിട്ട്. ഇത് സിപ്പ് സൈക്കിളാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇത് ആകാശത്ത് പറക്കും പോലെയൊക്കെ തോന്നി. പിന്നെ അത്രയ്ക്ക് ഡേഞ്ചറൊന്നും ഇല്ല. നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് ഫ്ലോട്ടിംഗ്. അപ്പൊ ഞാൻ അടുത്തത് കയറാൻ പോകുന്നത് മൗണ്ടൻ ക്ലൈംബിംഗിലാണ്. അപ്പൊ ഞാന് മൗണ്ടൻ ക്ലൈംബിൽ കയറാൻ പോവാണ്. ഇവിടെ ഉണ്ട് ഗ്രീൻ. Small green. इधर भी देखिए जाओ.
അയ്യോ പറ്റൂല. അപ്പോ ചില റൈഡ്സ് ഒക്കെ എനിക്ക് ടാസ്ക് പോലെ എനിക്ക് തോന്നി, നല്ലൊരു ഹാർഡായിരുന്നു. ആ അങ്കിള് പറഞ്ഞു എൻ്റെ അടുത്ത് ഗ്രീനിലും യെല്ലോയിലൊക്കെ ചവിട്ടാന്. അപ്പൊ എനിക്കത് പറ്റിയില്ല. അപ്പൊ എനിക്ക് കാല് വയ്ക്കാനൊക്കെ ഗ്രിപ്പ് കിട്ടിയില്ല. നല്ല പാടുണ്ടായിരുന്നു. നല്ല അഡ്വഞ്ചർ ആയിരുന്നു. അപ്പൊ ഞാൻ താഴേക്ക് വീണു. എനിക്ക് അവിടെ ഗ്രിപ്പ് കിട്ടിയില്ലാത്തോണ്ട് ഞാൻ വിട്ടു. വീണ്ടും ഞാൻ ട്രൈ ചെയ്തു, എന്നിട്ടും കഴിഞ്ഞില്ല. പിന്നെ ഞാൻ കയറിയത് ട്രാഫിക് പാർക്കിലായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഒരാൾ കൂടെ ഇരുന്നിട്ട് നമുക്ക് ആക്സിലേഷനും ബ്രേക്കും റിവേഴ്സൊക്കെ അവർ ചെയ്തു തരും. നമ്മൾ സ്റ്റിയറിംഗ് വീൽ അടച്ചാൽ മതി. നല്ല രസമുണ്ടായിരുന്നു. ഒരു റിയൽ റോഡിൽ ഓട്ടിക്കുന്ന പോലെ തോന്നി. ഒരു ഓഫ് റോഡ് ജീപ്പാണ് അവർ തന്നത്. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആയത് ഇതാണ്. എനിക്കിഷ്ടം ഈ ഒരു പാർക്കിൽ വന്നിട്ട് എനിക്കിഷ്ടമായത് ഇതാണ്. പിന്നെ ഞാൻ ബുൾ റൈഡിലാണ് കയറിയത്. 3 തവണ ഞാൻ കയറി. 3 തവണയിൽ ഞാൻ ബുൾ റൈഡിൽ കയറിയിട്ട് ചെറുതായി പിന്നെ പതുക്കെയായിരുന്നു ആദ്യം, പിന്നെ സ്പീഡിനാക്കിയിട്ട് പിന്നെ ഞാൻ വീണു. നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. വീണ്ടും കേറി വീണ്ടും ട്രൈ ചെയ്ത് നോക്കിയപ്പോ പിന്നെയും വീണു. വീണ്ടും ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ അതിലും ഫെയിൽ ആയിപ്പോയി. പിന്നെ ഞാൻ ഫ്ലൈയിങ് ഡച്ച്മാനിലാണ് കയറിയത്. ഇത് നമ്മള് ഒരു കാറ് പറക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാല് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. നല്ല സ്പീഡ് ആദ്യം ഞാനാണ് ഇരുന്നത്. നല്ല സ്പീഡ് ഉണ്ടായിരുന്നത്, പൊങ്ങിപ്പോവും. നല്ല സ്പീഡിൽ കണ്ടു. സത്യം പറഞ്ഞാൽ തല ഇറങ്ങിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, നല്ല റൈഡാ. അപ്പൊ പിന്നെ ഞാൻ മിറർ മേസിലേക്ക് കയറി. മിറർ മേസിൽ കയറിയിട്ട് ഞാന് അവിടെ നിന്ന് ഇങ്ങനെ ഒരു അങ്കിള് ഉണ്ടായിരുന്നു. അവര് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ശബ്ദം അങ്ങോട്ട് ഉണ്ടാക്കി പേടിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഫോണൊക്കെ താഴത്തിട്ട് പോയി. പേടിച്ചു പോയി സത്യത്തിലും. ശരിക്കും പറഞ്ഞ അവിടെ പോയി. ഇപ്പോഴാണെന്ന് തോന്നുന്നു ഫോൺ താഴത്തിട്ടത്, അറിയില്ല. അപ്പോഴാണ് ഒരു ശബ്ദമാണ് പേടിപ്പിക്കുന്ന. ഞാൻ പേടിച്ചു പോയി. പിന്നെ ഒരു എയ്റോപ്ലെയിൻ ഉണ്ടായിരുന്നു. അതും ഇങ്ങനത്തെ ഈ ആകാശത്ത് പറക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സിപ്പ് ലൈനിൽ കയറി. ഇതാണ് എനിക്ക് ശരിക്കും ഇഷ്ടം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ 16D സിനിമ കാണാൻ പോണേ. 16D
സിനിമ കാണാൻ പോകണേ റോളർ കോസ്റ്റർ. സ്നേക്കൊക്കെ വന്നിട്ട് 3D 16D സിനിമയൊക്കെ പോലത്തെ റോളർ കോസ്റ്റർ സീസൺ പേടിച്ചു പോയി. ഞാൻ കണ്ടില്ല ഗൈസ്, കണ്ണടച്ചിരുന്നു. അപ്പോൾ ഗൈസ് ഞാൻ പൂളിലിറങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് മുങ്ങി. അപ്പോൾ തലയൊക്കെ നനഞ്ഞിട്ട് വേറെ അടുത്തൊന്നും ആയിട്ടില്ല. പിന്നെ ഞാൻ ഇറങ്ങിയിട്ടൊരു ഗ്ലാസ് ബ്ലാക്ക് കോട്ടയുടെ ഗ്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.